ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനയിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലേ? അതെ, ഒരു ബിഗിനേഴ്സിന് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനൊരു 7 മാസത്തോളമായി. ഈ കഴിഞ്ഞിടയ്ക്കാണ് കേട്ടോ 1K ആയതിന്. നമ്മൾ എന്തൊക്കെ നമുക്ക് വേണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന ഈ 2 ടോപ്പിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഇല്ലെങ്കിൽ ഒരു ഐഫോൺ കയ്യിൽ വേണം. അതായത് ഐഫോൺ വേണം നിർബന്ധമൊന്നുമില്ല, ഒരു ആൻഡ്രോയിഡ് ഫോൺ, അതായത് നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു ക്യാമറയൊക്കെ ഉള്ള ഒരു വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു ഫോൺ വേണം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ് A12 ആണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്താണ് വീഡിയോസൊക്കെ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഞാൻ അതിനകത്താണ് കേട്ടോ. അപ്പം യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത്, ഇപ്പം ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്, അയ്യോ നമുക്ക് ഐഫോൺ ഇല്ലല്ലോ, ഇല്ല വലിയ വലിയ പൈസേൻ്റെ ഫോൺ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വലിയ പൈസേൻ്റെ ഫോണൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ, ഒരു ക്യാമറയിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ, അത് ഏതും ആയിക്കോട്ടെ. പിന്നെ നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോസ് വേണം. അത് നമുക്ക് പറ്റുന്ന ആപ്പിലൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ചൊക്കെ നമ്മൾ ക്ലാരിറ്റിയിൽ വരുത്താൻ നോക്കുക. നമ്മൾ എടുക്കുന്നതും കുറച്ച് ക്ലാരിറ്റി ആയിട്ട് എടുക്കാൻ നോക്കുക. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, അങ്ങനല്ല, ബാക്കിയൊക്കെ നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അപ്പം ഫോണ് അതാണ് കേട്ടോ, എൻ്റെ അതാണ് സാംസങ് A12 ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിംഗ് ലൈറ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി ടിക്ടോക്കും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. ഒരു ടിക്ടോക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റിംഗ് ലൈറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിംഗ് ലൈറ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 വർഷം മുന്നേ മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ഞാൻ ഷൂവിൻ്റെ ലേസ് വെച്ചിട്ടാണ് ഇത് കെട്ടി വെച്ചേക്കുന്നത്. അമ്മാതിരി പോയി കിടക്കുകയാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. അത് ഞാൻ ഇവിടെ ഈ സൈഡിലായിട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം വരുന്നുള്ളത് ഞാൻ ഈ സൈഡിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ക്വാളിറ്റി വൈസും കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 വർഷത്തോളം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഡാമേജ് വന്ന് തുടങ്ങിയത് കേട്ടോ. അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത, ഇപ്പോൾ ഒരു ബിഗിനേഴ്സിന് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഇത് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ കെട്ടി വെച്ചിട്ട് എനിക്ക് ഫോണൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് താന്ന് പോകും കേട്ടോ. ഇവിടെ നിന്ന് എന്തോ പൊട്ടിപ്പോയതാണ്. അതും എൻ്റെ മിസ്റ്റേക്ക് കാരണം പൊട്ടിപ്പോയതാണ് കേട്ടോ. ഞാൻ എവിടേക്ക് കൊണ്ട് ഇതാക്കിയതോ അങ്ങനെ എന്തോ കാരണം കൊണ്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ. അല്ലാണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു സാധനം. യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ റിംഗ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ റിംഗ് ലൈറ്റിൻ്റെ വെട്ടത്തിലും പിന്നെ അല്ലാണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വെട്ടത്തിലാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, ഈ റിംഗ് ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു ലൈറ്റിങ് കിട്ടുന്നിടത്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ പല വീഡിയോസും ഫ്ലോപ്പാണ്. പിന്നെ ഞാനിപ്പോൾ ഇപ്പം ബിഗിനർ ആണല്ലോ, അതുകൊണ്ട് തന്നെ പഠിച്ച് വരുന്നേ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങനെ പഠിച്ച് വരുവാണ്. ലൈറ്റിങ്ങും ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ വീഡിയോസ് കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഞാനും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണത്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല ഈ ലൈറ്റിങ് സെറ്റപ്പ് ഒന്നും ശരിയാക്കാൻ. പിന്നെ ഇപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് റിംഗ് ലൈറ്റ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ട്രൈപോഡ് മേടിക്കാം. ഞാൻ തുടക്കത്തിൽ എന്തായാലും ഞാൻ ട്രൈപോഡ് മേടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഒരു ട്രൈപോഡ് മേടിച്ചിരുന്നത് കേട്ടോ. ആ ട്രൈപോഡ് പൊട്ടിക്കുന്നതും തുറക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ടിട്ടില്ലേ, ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് പോയി വീഡിയോ കണ്ടു നോക്കാം. അതിനകത്ത് നമ്മുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്നും എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച ആ ട്രൈപോഡ്. അപ്പം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് ലൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ലൈറ്റ് തന്നെ നമുക്ക് മതി അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. രണ്ട് ഷെയ്ഡായിട്ട് കൂട്ടാൻ പറ്റും കേട്ടോ. വൈറ്റ് കളറാണ് വരുന്നത്. നമുക്ക് ബേൺ ഓറഞ്ച് അല്ല വരുന്നത്, വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ
പിന്നെ ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ എന്തെങ്കിലും കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഈ 2 സാധനങ്ങളാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ളൂ. കൂടുതലും റിംഗ് ലൈറ്റ് മാത്രം കിട്ടിയാലും മതി കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങളൊക്കെ. വലിയ പൈസ ഒന്നും കൊടുക്കണ്ടെന്നേ. ഇപ്പം നമ്മളിപ്പം വലിയ റിംഗ് ലൈറ്റ് മേടിച്ചുകൊണ്ടോ വലിയ പൈസേൻ്റെ ട്രൈപോഡ് ഇല്ലെങ്കിൽ വലിയ ഫോൺ മേടിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും യൂട്യൂബിൽ ക്ലിക്ക് ആവുന്നത് ക്ലിക്ക് ആവാതെ ഇരിക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബിഗിനേഴ്സിനോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം അയ്യോ നല്ല ക്ലാരിറ്റിയിലുള്ളൊരു വീഡിയോ വേണമെന്ന് വെച്ച് ഒരു ഐഫോൺ അഫോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ കാര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും. കാരണം ചിലവരൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ ഫോൺ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാമല്ലോ, നമുക്ക് ധൈര്യപൂർവ്വം അഫോർഡ് ചെയ്യാമല്ലോ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു ബെൽ ബട്ടണും കൂടെ അമർത്തണം കേട്ടോ. എന്നാലാണ് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ ബൈ.